ഹേയ് ഹലോ വെൽക്കം ബാക്ക്. എങ്ങനെ കുവൈത്തിൽ നൈറ്റ് ഇറങ്ങിയാണ്, രാത്രിയാണ് കേട്ടോ. അതേ ബാക്കിൽ സ്റ്റാർബക്സ് ഉണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയാണ്. ഫുഡ് ഒരു വീക്ക്നെസ്സായി മാറി കേട്ടോ. അപ്പോൾ എന്നും നൈറ്റ് പുറത്തിറങ്ങുക, ഫുഡ് കഴിക്കുക, ഇതൊക്കെ നൈറ്റ് അല്ലെങ്കിലും ഫുഡ് അടി ഒരു വീക്ക്നെസ് ആയിക്കണം. ഇത് ബാക്കിൽ സ്റ്റാർബക്സ്, നേരെ കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ KFC വന്നാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങിയാണ്, നൈറ്റാണ്, ഇങ്ങനെ നടക്കാന്നുള്ള രീതിയിൽ ഇറങ്ങിയാണ് കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ എവിടേക്കെങ്കിലൊക്കെ പോകും. നല്ല കാറ്റുണ്ട്, അത്യാവശ്യം ചൂടുമുണ്ട് ഈ ഒരു സമയത്ത്. ബാക്കിൽ KFC ഫുഡ് എന്തെങ്കിലും ഒരു സാധനം വാങ്ങി കഴിക്കണം എന്നാഗ്രഹിച്ചിങ്ങനെ പുറത്തിറങ്ങിയാണ്. KFC ഒരു സംഭവം തന്നെ കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം കൂടുതൽ നമ്മൾ കഴിക്കൽ തുടങ്ങിയത്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ KFC എന്ന് കാണാമെന്നല്ലാതെ കഴിക്കാറില്ല. ഇന്ന് ഇവിടെ എത്തിയപ്പോൾ KFC എന്താ പറയുക, നമ്മൾ സാധാ ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുന്ന ആ ഒരു രീതിയിലായി മാറിയിട്ടോ. അതിന് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹോട്ടലായിട്ട് തന്നെയാണ്, നമ്മളെ മെഹബൂലയിൽ തന്നെ നമ്മൾ നിൽക്കുന്നോടത്ത് തന്നെയാണ്. അതിനകത്ത് KFC നിന്ന് പുറത്തിറങ്ങി ഇപ്പോൾ സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ട്. KFC സാധനം വാങ്ങി പുറത്തിറങ്ങി എവിടെയെങ്കിലും പോയി ഇരുന്ന് കഴിക്കാമെന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് പുറത്ത് പോകുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ബീച്ചിൽ പോകണം. ഇപ്പോൾ റോഡൊക്കെ അടിപൊളിയാണ്, നൈറ്റല്ലേ. എന്തോ ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്, നേരെ പോയി കഴിക്കണം, എന്തെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഇരിക്കണം. അങ്ങനെ ബീച്ചിൽ പോവാണ്. ഈ ഒരു സൈഡിൽ മൊത്തം ഈത്തപ്പായ കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് തോന്നുന്നു കഴിഞ്ഞ വീഡിയോയിലിട്ട്. അപ്പോൾ മൊത്തം കായ കണ്ടോ, കായകൾ മൊത്തം കായ്ച്ചിങ്ങനെ നിൽക്കുക. ഏതായാലും നൈറ്റ് ഒരു വൈബ് തന്നെ കേട്ടോ. ഇവിടെ നൈറ്റാണ് വൈബ്. കുവൈത്തിൽ നിന്ന് മാത്രമല്ല, ഏത് GCCയിലാണേലും നൈറ്റ് വേറെ വൈബാണ്. ഒരു പുതിയൊരു ഫ്ലാറ്റ് വരുന്നുണ്ട്. എന്താ, ഒരു ബിൽഡിങ് വരുന്നുണ്ട്. ഓക്കെ, അടിപൊളി കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് അറിയില്ല. ഇതല്ല സംഭവം, പുതിയൊരു സാധനം വരുന്നുണ്ട്. എന്താണെന്നുള്ള അപ്ഡേറ്റ് നമ്മൾ പിന്നെ തരുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു സാധനം കേട്ടോ, രക്ഷയില്ല. ഈ ഒരു എൻഡിൽ ട്രാഫിക്കും കാര്യങ്ങളും വരുന്ന ഏരിയ, സിഗ്നലും കാര്യങ്ങളും വരുന്ന ഒരു ഏരിയയാണ് ഈ എൻഡ്. നമ്മൾ മുമ്പൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഏതായാലും കൂടെ ഉള്ളത് ഷെയ്ന് അപ്പോൾ ബാക്കിലുണ്ട്. ഏതായാലും നേരെ ബീച്ചിൽ പോകണം. എന്താ ചെക്കൻ മേങ്ങിയതാണ്, പോയി കഴിക്കട്ടെ. ഇവിടെ ട്രോളി ഷോപ്പുണ്ട്, ഫുഡിൻ്റെ ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ട്രോളി. അപ്പോൾ അവിടെ പോയിട്ട് വെള്ളം മേങ്ങിയിട്ട് വേണം ബീച്ചിൽ പോകാൻ. അതാണ് അടുത്ത പരിപാടി. ഫുഡ് തന്നെ കഴിക്കുക തന്നെ, ആഗ്രഹമുള്ളതൊക്കെ കഴിച്ച് തീർക്കുക. അതിനായിട്ട് നമ്മൾ ഫുഡ് കഴിക്കുക, അതാണ് ഇപ്പോഴത്തെ വീക്ക്നെസ്. അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ, രക്ഷയില്ല. നല്ല അടിപൊളി ലൈറ്റില്ലേ, നോക്കി മഞ്ഞ ലൈറ്റ്, നല്ല നൈസ്. അതിൻ്റെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് സൈഡൊക്കെ എങ്ങനെയുണ്ട്, നല്ല ലൈറ്റ് ഉണ്ട് കേട്ടോ. നല്ല ലൈറ്റ് എന്ന് വെച്ചാൽ നല്ല ലൈറ്റ് ഉണ്ട്. എന്തോ പേര് കൊടുത്തിട്ടുണ്ട്, പാർക്കിംഗ് എന്താണെന്നുള്ളത് വ്യക്തമല്ല, കാരണം പുതിയ സാധനം വരുന്നത്. പണി പൂർത്തിയായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു പാറ്റ് കേട്ടോ. നമ്മൾ IT കമ്പനികളൊക്കെ ഉണ്ടാവില്ലേ, ഈ ഒരു രീതിയിലാണ് IT കമ്പനിയൊക്കെ വരിക. ബസ് ഇത് എന്താണെന്നൊരു പിടുത്തില്ല. അല്ല, നമ്മൾ ബീച്ച് പോകുമ്പോൾ ഡെയിലി കാണുന്ന കേട്ടോ. നമ്മൾ വരുന്ന സമയത്ത് ഇതിൻ്റെ വർക്ക് തുടങ്ങുന്നുള്ളൂ. 7-8 മാസമായി ഇത് വർക്ക് കംപ്ലീറ്റ് ആയി. വലിയൊരു ഫ്ലാറ്റ് കേട്ടോ. പെട്ടെന്ന് പരിപാടിയൊക്കെ നടക്കുന്ന ഇവിടെ. ഞാൻ നടന്ന് ട്രോളിയിലെത്തിയിട്ടുണ്ട്. അത് സൂപ്പർ മാർക്കറ്റാണോ അതോ വേറെ ബക്കാലാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ സൂപ്പർ മാർക്കറ്റ് എന്ന് ഇതിന് പേരിട്ടിട്ടുണ്ട്, ട്രോളി. അതായത് നല്ല അടിപൊളി നല്ല ഡ്രിങ്ക് വാങ്ങിയിട്ട് പുറത്തിറങ്ങണം, നേരെ ബീച്ചിൽ പോകണം. അതിനകത്ത് ട്രോളി കയറി ഈ സാധനം എന്തായിരുന്നു, ബ്ലൂബെറിൻ്റെ ഒരു ഡ്രിങ്കും പിന്നെ ഒരു മിൻറ്റിൻ്റെ ഒരു സാധനം വാങ്ങിയിട്ട് ട്രോളി. നല്ല കവറും കാര്യങ്ങളൊക്കെ. നമ്മുടെ നാട്ടിലൊക്കെ ഒരു കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ ചിന്തിച്ചു കേട്ടോ, നാട്ടിലൊക്കെ ഒരു കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കടക്കാരന് എത്രത്തോളം ചിന്തിച്ചിട്ട് തരാം. ഇതൊന്നൊരു പുഷ്പം പോലെ അടിപൊളി ക്വാളിറ്റിയുള്ള കവറും നല്ല രസം. ഡ്രിങ്ക് അടിപൊളിയാണ്, നല്ല ഡ്രിങ്ക് കേട്ടോ. നമ്മൾ കഴിക്കാറുണ്ട്, നൈസ്. നേരെ ബീച്ചിൽ പോകാം, കുറച്ച് നേരം കൊടുക്കുക, ഫുഡ് കഴിക്കുക, പോരാ. അതാണ് ഇന്നത്തെ ലക്ഷ്യം. അത് നൈറ്റ് രക്ഷയില്ല, ഫുഡ് തന്നെ കഴിക്കുക. ഞാനത് ബീച്ചിലെത്തി. ഏതായാലും KFC വാങ്ങിയൊരു അടിപൊളി റോളുണ്ട്. നോക്കിയേ, നാട്ടിലത്തെ തന്ത്രൊട്ടില്ലേ, ആ ഒരു സാധനം. എന്തൊക്കെ സാധനമുള്ളൂ. ചിക്കൻ പീസ് ഉണ്ട്, പിന്നെ കുറച്ച് കേബേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സാധനം കഴിക്കാറുള്ള സാധനം
ബീച്ചിലാണ്, മൊത്തം ഇരുട്ടാണ്. ഇങ്ങനെ കഴിക്കട്ടെ. ഒരു ടീ വണ്ടി കണ്ടിട്ടുണ്ട്, ടീ ഷോപ്പ്. വണ്ടി ചലിക്കുന്ന വണ്ടിയല്ല, ചലിക്കുന്ന ടീ ഷോപ്പ്. ഓക്കെ, നല്ല അടിപൊളി ഡിസൈൻ കേട്ടോ. ഒരു കാറ്, സോറി വാന്. ഓക്കെ, നല്ല ഡിസൈൻ സാധനം, അടിപൊളി കേട്ടോ, രക്ഷയില്ല. ഇതെന്തൊരു ടീ ഷോപ്പാണ്. എനിക്ക് തോന്നുന്നു ബീച്ച് ഏരിയയിലൊക്കെ ടീയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു വണ്ടിയാവും. ഇത് നമ്മൾ നടന്നു പോകുന്നിടത്തുള്ള ആണ്. അടിപൊളിയില്ലേ, നല്ല ഡിസൈനിലൊക്കെ നൈസ്. പിറ്റേ ദിവസമാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഏകദേശം നല്ല ചൂടും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നും പറഞ്ഞ പോലെ തന്നെ ചൂടാണ്, രക്ഷയില്ല. ചില ദിവസങ്ങളിൽ, 1-2 ദിവസങ്ങളിൽ ചിലപ്പോൾ ഒരാക്കം കിട്ടും. അല്ലാത്തപ്പോൾ ഒക്കെ ഭയങ്കര ചൂടാണ് കേട്ടോ. കിതക്കാണ് കിടുന്നത്. കാരണം ലിഫ്റ്റ് കയറാതെ ജസ്റ്റ് സ്റ്റെപ്പ് കയറിയിട്ട് 10ക്ക് നടന്നു നോക്കിയതാണ്. നടക്കുന്നുണ്ടെങ്കിൽ ഒരു 5ാമത്തെ ഫ്ലോറെത്തിയപ്പോൾ തന്നെ ഒരു കഥയായിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് നടന്നു നോക്കിയതാണ്. ചെറിയ വീഡിയോ വിളിച്ച് നിർത്തുകയാണ്. ഇങ്ങനെ ചെറിയ വീഡിയോസ് ആണെങ്കിൽ നമ്മളിങ്ങനെ മാക്സിമം വീഡിയോസിന് എണ്ണം കൂട്ടാൻ നോക്കണം, മാക്സിമം ഇടാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാ, നന്ദി. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.